ലോക പുസ്തക ദിനമായ ഇന്ന് ഏറെ അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ബാലസാഹിത്യ അക്കാദമി അവാർഡിനോടൊപ്പം ഇന്ത്യൻ റൂമിനേഷൻ അവാർഡ് കരസ്ഥമാക്കിയ രവിക്കുട്ട ചരിതം ഓട്ടകഥ എന്ന പുസ്തകമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അജോയ് കുമാർ MS എന്ന സാഹിത്യകാരൻ എഴുതിയ പുസ്തകമാണ് രവിക്കുട്ട ചരിതം ഓട്ടകഥ. വെറും കൽപ്പിത കഥകളല്ല രവിക്കുട്ട ചരിതം ഓട്ടകഥ. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം കുട്ടികളെ തുടങ്ങി മുതിർന്നവരെ പോലും ഏറെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ചിന്തയിലൂടെ മാത്രമല്ല, അദ്ദേഹം തമാശയിലൂടെ കൂടിയുമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. 33 അധ്യായങ്ങളാണ് ഈ പുസ്തകങ്ങളിലുള്ളത്. ഒരു ഫാമിലി സോങ് തുടങ്ങിയാണ് ഈ പുസ്തകത്തിന്റെ തുടക്കം. ഈ പുസ്തകം കുട്ടികളെ മുതൽ മുതിർന്നവരെ പോലും ഏറെ സന്തോഷത്തോടെയും അതിലേറെ ആഗ്രഹത്തോടെയും പിടിച്ചിരുത്തും. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം നമ്മൾക്ക് വായിച്ചു തുടങ്ങിയാൽ അത് അപ്പോൾ തന്നെ വായിച്ചു തീർക്കാൻ തോന്നും. അത്ര രസകരമാണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിൽ രവിക്കുട്ടൻ എന്ന അജോയ് കുമാറിന്റെ കുട്ടിക്കാലമാണ് പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ കഥകളും, മാത്രമല്ല ചില കഥാപാത്രങ്ങളെ ഒരു കഥയിൽ തന്നെ പരിചയപ്പെടുത്തുന്നതുമുണ്ട്. ഓരോ അധ്യായത്തിലും ഓരോരോ തമാശകളാണ്. പുതുതായി ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. തമാശകൾ നിറഞ്ഞ ഈ പുസ്തകം എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടും. മാത്രവുമല്ല, ഈ AI-യും IT-യും ഒക്കെ ആയിട്ടുള്ള ഈ കാലത്ത് കുട്ടികൾക്ക് വായനയ്ക്ക് ഒരു തുടക്കം കുറിക്കാൻ ഏറെ ഇദ്ദേഹത്തിന്റെ ഈ രവിക്കുട്ട ചരിതം എന്ന പുസ്തകം കുട്ടികൾക്ക് ഒരു ആദ്യത്തെ പുസ്തകമാക്കാൻ സാധിക്കും. അത്രയേറെ നല്ല പുസ്തകവുമാണ്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ രവിക്കുട്ടന്റെ അനിയത്തി മിനിക്കുട്ടി, അമ്മുമ്മ, അമ്മാവൻ, അച്ഛൻ, അമ്മ, വസന്ത ചേച്ചി എന്നിവരൊക്കെയാണ്. മാത്രവുമല്ല, കുട്ടികൾ എല്ലാവരും അവരുടെ ബാല്യകാല സ്മരണകൾ ഓർത്തു വെക്കുകയും അതോടൊപ്പം അതൊരു പുസ്തകമാക്കി രചിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മഹത്തായ ഒരു സാഹിത്യ സൃഷ്ടി തന്നെയാണ്. എല്ലാവരും ഇത് വായിക്കുമല്ലോ. എല്ലാവരും ഉറപ്പായിട്ടും വായിക്കണം. നന്ദി, നമസ്കാരം.